ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്പൈസി ചിക്കൻ റോസ്റ്റും ഗീ റൈസും. അതിന് ഞാൻ ഫസ്റ്റ് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഒരു ഇടത്തരം സൈസുള്ള 5 സവാള വേണം, മല്ലിയില വേണം, ഏകദേശം ഒരു 3-4 തക്കാളി വേണം. അതുപോലെ തന്നെ നമുക്ക് ജിഞ്ചർ, ഗാർലിക് ആൻഡ് ചില്ലി പേസ്റ്റ്, ഇത് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ മാഗ്നേഷന് വേണ്ടിയിട്ടുള്ള നട്ട്സ്, കിസ്മിസ്, ഇത് റൈസിന് വേണ്ടിയിട്ടുള്ള നമ്മൾ സവാള തിന്നായിട്ട് അരിഞ്ഞത്, പിന്നെ അതിൻ്റെ മസാല ആൻഡ് ക്യാരറ്റ്സ്. ഇത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ളത് മസാലയാണ്. നെയ്യ് നമ്മുടെ റൈസിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അരി വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഓരോരുത്തരുടെ അരി അനുസരിച്ചാണ്. നമുക്ക് നല്ല കട്ടിയുള്ള പാത്രത്തിലോട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസ് അതിലൊന്ന് വറുത്തെടുക്കാം. ഫുള്ളി ഡ്രൈ ആയിട്ട് വറുത്തെടുക്കേണ്ട, ഒരു 1/4 ഭാഗം അത് വെന്താൽ മതി, മുരിഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് നമുക്കത് വേവിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു പാകത്തിന് നമുക്ക് അതിനകത്തുനിന്ന് വറുത്തെടുത്തിട്ട് നമുക്കതൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മളത് കോരി മാറ്റി വെക്കുക. പിന്നെ ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 5 സവാള അരിഞ്ഞതുണ്ട്. സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതുപോലെ പെട്ടെന്ന് സവാള വഴലാനായിട്ട് നമുക്കതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക. സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 കൂട്ടങ്ങളും കൂടെ അടിച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റാണിത്. ചില്ലി, ഗാർലിക് ആൻഡ് ജിഞ്ചർ, ആ 3 പേസ്റ്റും കൂടെ നന്നായിട്ട് അതിനകത്തിട്ട് ആ പച്ചമണം ഒന്ന് പോകുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കിതൊന്നും കൂടെ മൂടി വെച്ചിട്ട്, അതിൻ്റെ സ്മെല്ല് പോകാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്, അത് മൂടി വെച്ച് വേവിക്കണം. ഇപ്പം ഏകദേശം അതൊന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്ന തക്കാളിക്കയാണ്. ഇതൊരു ഏകദേശം 3 തക്കാളിക്കാണുള്ളത്. 3 തക്കാളിക്കയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിക്കുക. അതിന് മുമ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിക്കയും നന്നായിട്ട് അലിന്ന് മസാലയിലോട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഐറ്റം ഇട്ട് കൊടുക്കുക. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 2 സ്പൂൺ മസാലപ്പൊടി കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നതിനായിട്ട് നമ്മൾ കുറച്ച് നേരം അതിൻ്റെ അകത്ത് നല്ലതായിട്ടിട്ട് വഴറ്റിയെടുക്കേണ്ടതാണ്. സോ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മസാല നന്നായിട്ട് മുരിഞ്ഞ് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ആ മസാലയ്ക്കകത്തോട്ട് ഇറങ്ങും. എൻ്റെ മസാലയ്ക്ക് കുറച്ച് എരിവ് കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുക. അതാകുമ്പോൾ കുറച്ച് എരിവിനൊക്കെ ഒരു കുറവുണ്ടാവും. സോ ഞാനതെല്ലാം തൈര് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കുകയാണ്. നമ്മൾ തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസിൽ നന്നായിട്ട് മസാല പിടിക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് നമ്മൾ സാധാരണ ഒരു ഗ്ലാസ് വെള്ളമോ 1.5 ഗ്ലാസ് വെള്ളമോ ഒഴിച്ച് കൊടുക്കാം.
റോസ്റ്റായിട്ടാണ് നമുക്ക് കറി വേണ്ടതുകൊണ്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് വെന്തോട്ടെ. കറി ഓൾമോസ്റ്റ് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഗ്രേവി തിക്കറായിട്ടുണ്ട് നമുക്ക് വേണ്ട രീതിയിൽ. ഇനി ഞാൻ അവസാനം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ അതിന് മേലെ ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുന്നതാണ്. നമ്മൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും ഗരം മസാല. സോ നമ്മുടെ കറി ഫുൾ തിള വന്നിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഇതിന് ഗാർണിഷിങ്ങിന് വേണ്ടി ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലാസ് ആഡ് ചെയ്യാനുണ്ട്, റോ മസാലാസ്. അതിന് ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, തക്കോലം, കറുവാപ്പട്ട, പെരിഞ്ജീരകം, ഇത്രയും സാധനങ്ങൾ ഒരു കിലോ അരിക്ക് ഉള്ള സാധനമാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു പീസ് ക്യാരറ്റും കൂടെ ഇതിനകത്ത് ചോപ്പ് ചെയ്തിടുന്നുണ്ട്. വെള്ളം വെക്കുമ്പോൾ തന്നെ നമ്മൾ അതിന് അരിക്കായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇത് നമ്മൾ വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉപ്പ് അറിയുന്ന രീതിയിൽ വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അതുപോലെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി തമ്മിൽ ഒട്ടാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. ഇത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാലും മതിയാവുന്നതാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം വെള്ളം ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി അതിലോട്ട് ഇട്ട് കൊടുക്കാം. അരി ഏകദേശം വെന്ത് വരുന്നുണ്ട്. നമുക്കിത് ഡ്രെയിനറിനകത്ത് ഡ്രെയിൻ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അത് നമ്മൾ സാധാരണ ചോറ് വാർക്കുന്ന പോലെ വാർത്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നു. ആ സമയം കൊണ്ട് നമുക്ക് കശുവണ്ടിയും കിസ്മിസും അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളത് എല്ലാം കൂടെ നെയ്ക്കകത്ത് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കശുവണ്ടിയും കിസ്മിസ് നമ്മൾ നെയ്യിൽ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ റൈസ് ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് നമ്മൾ പാത്രം എടുത്തിട്ട് നമ്മൾ ഗാർണിഷിങ്ങിനുള്ള ഐറ്റംസ് കുറച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിയും പുതിനയും നമുക്കതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് പാലിൻ്റെ അകത്ത് ഗരം മസാലയും അതുപോലെ തന്നെ പൈനാപ്പിൾ എസൻസും കൂടെ ഒഴിച്ചതാണ്, മഞ്ഞൾപ്പൊടിയും കൂടെ. അത് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ റൈസിന് ചെറിയൊരു കളറും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മിക്സർ ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. പിന്നെ മേലിലോട്ട് നമുക്ക് ചോറിടാവുന്നതാണ്. കുറച്ച് പോർഷൻസ് വെച്ച് നമുക്കത് പല ലെയറായിട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ എല്ലാ സാധനങ്ങളും അതുപോലെ നമ്മൾ എല്ലാം തന്നെ ഇട്ട് കൊടുക്കണം ഓരോ ലെയറിലും. ചെയ്തതിന് ശേഷം നമുക്കൊരു 5-10 മിനിറ്റ് ഒരു സിമ്മിലിട്ട് നമുക്കിതൊന്ന് ആവി കയറാനായിട്ട് വെക്കണം. അതാകുമ്പോഴത്തേക്ക് ആ ഒരു സ്മെല്ല് ഫുൾ ഇറങ്ങാനായിട്ടും ആ ഒരു നെയ്യ് ഫുൾ ഉരുകി ഫുൾ ചോറിന് പിടിക്കാനായിട്ട് ഞാനിതിപ്പോൾ സിമ്മാക്കാനായിട്ട് പോവുകയാണ്. സിമ്മിലൊരു 5-8 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ് വയ്ക്കുക. ഇപ്പം നമ്മുടെ റൈസ് റെഡി ആയിരിക്കുകയാണ്. നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരെ ബൈ ഫ്രം സേറ ക്രിയേഷൻസ്.